നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നോക്കുന്നത്. ഇതിനു മുമ്പുള്ള 2 വീഡിയോയിലും നമ്മൾ കിച്ചൺ റിലേറ്റഡ് സെൻറ്റൻസ് തന്നെയാണ് ചെയ്തത്. ഇന്നും കൂടെ നമുക്കത് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്രിഡ്ജിൽ നിന്ന് പാൽ പുറത്തെടുക്കൂ. അതെങ്ങനെ ചോദിക്കാം? ഫ്രിഡ്ജിൽ നിന്ന് പാൽ വെളിയിലെടുക്കൂ എങ്ങനെ പറയാം? ഫ്രിഡ്ജ് സേ ദൂത് ബാഹർ നിക്കാൽ ദോ. ഫ്രിഡ്ജ് സേ ദൂത് ബാഹർ നിക്കാലോ എന്നും പറയാം. 2 രീതിയിലും പറയാം. നിക്കാൽ ദോ എടുത്തേരെ, അല്ലെങ്കിൽ ബാഹർ നിക്കാലോ എന്ന് പറഞ്ഞാൽ വെളിയിലെടുക്കൂ. ഇനി പാൽ ചൂടാക്കൂ അതെങ്ങനെ പറയും? ദൂത് ഗരം കരോ, അല്ലെങ്കിൽ ദൂത് ഗരം കർദോ. പാൽ ചൂടാക്കിയേരെ, ദൂത് ഗരം കർദോ അങ്ങനെയും പറയാം. ചരുവം വെളിയിലെടുക്കൂ. ചരുവം എന്ന് പറഞ്ഞാൽ പാൻ നമ്മൾ പറയത്തില്ലേ, പാൻ വെളിയിലെടുക്കൂ അതെങ്ങനെ പറയാം? പത്തീല ബാഹർ നിക്കാൽ ദോ. പത്തീല എന്ന് പറഞ്ഞാൽ ചരുവം പോലത്തെ പാത്രത്തിലാണ് പത്തീല എന്ന് പറയുന്നത്. പത്തീല ബാഹർ നിക്കാലോ വെളിയിലെടുക്കൂ, അല്ലെങ്കിൽ പത്തീല ബാഹർ നിക്കാൽ ദോ വെളിയിലെടുത്തേരെ. ഇനി ചരുവം കഴുകൂ, അല്ലെങ്കിൽ വൃത്തിയാക്കൂ, വൃത്തിയാക്കിയെടുക്കൂ അതൊക്കെ എങ്ങനെ പറയാം? പത്തീല സാഫ് കരോ, അല്ലെങ്കിൽ പത്തീല സാഫ് കർലോ. സാഫ് കർന എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, സാഫ് കർലോ വൃത്തിയാക്കിയെടുക്കൂ. ഇനി അച്ചാർ വെളിയിലെടുത്തേരെ. അച്ചാർ ചിലപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുമായിരിക്കും, അത് വെളിയിലെടുത്തേരെ അതെങ്ങനെ പറയാം? അച്ചാർ ഫ്രിഡ്ജ് സേ ബാഹർ നിക്കാൽ ദോ, അല്ലെങ്കിൽ അച്ചാർ ഫ്രിഡ്ജ് സേ ബാഹർ നിക്കാലോ അങ്ങനെയും പറയാം. പ്ലേറ്റിൽ വെച്ചേരെ. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പിഞ്ഞാണം അല്ലെങ്കിൽ പാത്രം, പാത്രത്തിൽ വെച്ചേരെ. ഥാലി മേ രഖ് ദോ. ഥാലി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് എന്നാണ്. രഖ് ദോ എന്ന് പറഞ്ഞാൽ വെച്ചേരെ. രഖോ എന്ന് പറഞ്ഞാൽ വയ്ക്കൂ. ഥാലി മേ രഖോ പ്ലേറ്റിൽ വയ്ക്കൂ. ഥാലി മേ രഖ് ദോ പ്ലേറ്റിൽ വെച്ചേരെ. ഇനി പ്ലേറ്റിൽ ഇടൂ എന്നാ പറയുന്നതെങ്കിലോ? ഥാലി മേ ഡാലോ, അല്ലെങ്കിൽ ഥാലി മേ ഡാൽ ദോ എന്ന് പറയണം. ഡാൽന ഇടുക, ഡാൽ ദോ ഇട്ടേരെ. അച്ചാർ പാത്രത്തിലിടൂ, അല്ലെങ്കിൽ പ്ലേറ്റിലിടൂ എങ്ങനെ പറയും? അച്ചാർ ഥാലി മേ ഡാൽ ദോ, അല്ലെങ്കിൽ അച്ചാർ ഥാലി മേ ഡാലോ അങ്ങനെ പറയാം നമുക്ക്. ഇനി പച്ചക്കറി ചീനച്ചട്ടിയിലിടൂ. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ചീനച്ചട്ടിയിലിടൂ എന്ന് പറയുക അതെങ്ങനെ പറയും? സബ്ജി കഠായി മേ ഡാൽ ദോ. സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി, കഠായി എന്ന് പറഞ്ഞാൽ ചീനച്ചട്ടി. സബ്ജി കഠായി മേ ഡാൽ ദോ, പച്ചക്കറി ചീനച്ചട്ടിയിലിട്ടേരെ. ഇനി കുക്കറിലിടൂ എന്നാണ് പറയേണ്ടതെങ്കിലോ? കുക്കറിലിടൂ അതെങ്ങനെ പറയും? കുക്കർ മേ ഡാലോ. ഇനി കുക്കറിലിട്ടേരെ, കുക്കർ മേ ഡാൽ ദോ. പച്ചക്കറി കുക്കറിലിട്ടേരെ, സബ്ജി കുക്കർ മേ ഡാൽ ദോ അങ്ങനെ നമുക്ക് പറയാം. കുക്കർ തണുക്കാൻ അനുവദിക്കൂ അതെങ്ങനെ പറയാം? കുക്കർ ഠണ്ടാ ഹോനേ ദോ. ഠണ്ടാ ഹോന എന്ന് പറഞ്ഞാൽ തണുക്കുക. ഠണ്ടാ ഹോനേ ദോ തണുക്കാൻ അനുവദിക്കൂ. നമ്മൾ പറയുക കുക്കർ ഭയങ്കര ചൂടാണ്, കുക്കർ ബഹുത്ത് ഗരം ഹേ, ഉസെ ഠണ്ടാ ഹോനേ ദോ, അത് തണുക്കാൻ അനുവദിക്കൂ. ഇനി കല്ല് വൃത്തിയാക്കൂ. കല്ലെന്നുള്ളത് ഉദ്ദേശിച്ചത് ദോശയും ചപ്പാത്തിയും ഉണ്ടാക്കുന്ന ആ കല്ല്, അതിന് ഹിന്ദിയിൽ പറയുന്നത് തവ എന്നാണ് പറയുന്നത്. തവ സാഫ് കരോ, കല്ല് വൃത്തിയാക്കൂ. കല്ല് വൃത്തിയാക്കിയേരെ, തവ സാഫ് കർ ദോ. ദോശ ഉണ്ടാക്കുന്ന കല്ലിന് നമ്മൾ ദോശ തവ എന്ന് പറയും, ദോശക്ക തവ. അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കുന്ന കല്ലിനാണെങ്കിൽ റൊട്ടിക്ക തവ എന്ന് പറയും. അപ്പം ദോശക്കല്ല് വൃത്തിയാക്കൂ എന്ന് പറയണത് എങ്ങനെ പറയും? ദോശ തവ സാഫ് കരോ, അല്ലെങ്കിൽ സാഫ് കർലോ എന്ന് പറയണം. ഇനി കല്ല് ചൂടാക്കൂ. കല്ലെന്ന് ഉദ്ദേശിക്കുന്ന ദോശ തവ അല്ലെങ്കിൽ റൊട്ടി തവയാണ്. ദോശ തവ ഗരം കർദോ എന്ന് പറഞ്ഞാൽ ദോശക്കല്ല് ചൂടാക്കിയേക്ക്. ഗരം കർദോ ചൂടാക്കിയേക്ക്. ഗരം കരോ എന്ന് പറഞ്ഞാൽ ചൂടാക്കൂ. ദോശ തവ ഗരം കരോ, ദോശക്കല്ല് ചൂടാക്കൂ. തവി കൊണ്ട് ഇളക്കൂ അതെങ്ങനെ പറയും? കർച്ചി സേ ഹിലാവോ. കർച്ചി തവി, കർച്ചി സേ ഹിലാവോ തവി കൊണ്ട് ഇളക്കൂ. ഹിലാന എന്ന് പറഞ്ഞാൽ ഇളക്കുക. ഇനി സൂപ്പ് ചൂടാക്കൂ അതെങ്ങനെ പറയും? സൂപ്പ് ഗരം കരോ, അല്ലെങ്കിൽ സൂപ്പ് ഗരം കർദോ എന്ന് പറഞ്ഞാൽ ചൂടാക്കിയേരെ. എണ്ണ കുറയ്ക്കൂ അതെങ്ങനെ പറയും? തേൽ കം കർദോ. തേൽ എന്ന് പറഞ്ഞാൽ എണ്ണ, കം കർണ കുറയ്ക്കുക. തേൽ കം കർദോ, അല്ലെങ്കിൽ തേൽ കം കരോ എന്നും പറയാം. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കൂ അതെങ്ങനെ പറയും?
तेल का उपयोग कम करो. तेल का उपयोग कम कर दो. ഇനിയിപ്പം നമുക്ക് ഉപയോഗം എന്നുള്ള വാക്ക് അറിയത്തില്ലെങ്കിൽ തേൽ കം യൂസ് കറോ അങ്ങനെ നമുക്ക് പറയാം. എല്ലാം ഹിന്ദി വേർഡ് തന്നെ പറയണമെന്നില്ലല്ലോ. തേൽ കം യൂസ് കറോ. ബൗൾ കൊണ്ടുവരൂ. അതെങ്ങനെ പറയും? കട്ടോരി ലാവോ. കട്ടോരി എന്ന് പറഞ്ഞാൽ ബൗൾ. നമ്മൾ ഡവറ എന്നൊക്കെ പറയത്തില്ലേ? കട്ടോരി ലാവോ. സൂപ്പ് ബൗളിൽ ഒഴിക്കൂ. അതെങ്ങനെ പറയും? സൂപ്പ് കട്ടോരിമേ ഡാലോ. അല്ലെങ്കിൽ സൂപ്പ് കട്ടോരിമേ ഡാൽ ദോ എന്നും പറയാം. വേസ്റ്റ് വെളിയിലെറിയൂ. അതെങ്ങനെ പറയാം? കച്ചറ ബാഹർ ഫേക്കോ. അല്ലെങ്കിൽ ബാഹർ ഫേക് ദോ. വെളിയിലെറിഞ്ഞു കളയൂ. കച്ചറ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. വേസ്റ്റ് ബോക്സിലിടൂ. അതെങ്ങനെ പറയാം? കച്ചറ കച്ചറ പേട്ടിമേ ഡാൽ ദോ. കച്ചറ പേട്ടി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബോക്സ്. മിക്സർ കഴുകൂ. അരച്ചതിന് ശേഷം അത് കഴുകൂ എന്ന് പറയുക. അതെങ്ങനെ പറയും? മിക്സർ ധോ ദോ. ധോന എന്ന് പറഞ്ഞാൽ കഴുകുക. ധോ ദോ കഴുകിയേക്ക്. മിക്സർ ധോ ദോ. അതിന് പകരമായിട്ട് മിക്സർ സാഫ് കറോ അല്ലെങ്കിൽ സാഫ് കർ ദോ എന്ന് നമുക്ക് പറയാം. ഇനി പിച്ചാത്തി തരൂ. അതെങ്ങനെ പറയും? ചുരി ദേ ദോ. ചുരി എന്ന് പറഞ്ഞാൽ പിച്ചാത്തി. ദേ ദോ തരൂ. ചുരി ദേ ദോ. ഇനി പിച്ചാത്തി അവിടെ വെച്ചേക്കൂ. അതെങ്ങനെ പറയും? ചൂരി ഉദർ രഖ് ദോ. അവിടെ വയ്ക്കൂ. ഉദർ രഖോ എന്ന് പറയാം. അല്ലെങ്കിൽ അവിടെ വെച്ചേരെ. ചൂരി ഉദർ രഖോ അല്ലെങ്കിൽ ചൂരി ഉദർ രഖ് ദോ. പച്ചക്കറി കട്ട് ചെയ്യൂ അല്ലെങ്കിൽ പച്ചക്കറി മുറിക്കൂ. അതെങ്ങനെ പറയാം? സബ്ജി കാട്ടോ അല്ലെങ്കിൽ കാട്ട് ദോ. പച്ചക്കറിയിൽ ഉപ്പിടൂ. അതെങ്ങനെ പറയാം? സബ്ജി മേ നമക് ഡാലോ. പച്ചക്കറിയിൽ എന്നുള്ളതിന് സബ്ജി മേ. നമക് എന്ന് പറഞ്ഞാൽ ഉപ്പ്. നമക് ഡാലോ ഉപ്പിടൂ അല്ലെങ്കിൽ നമക് ഡാൽ ദോ. ഇനി പച്ചക്കറിയിൽ മഞ്ഞളിടൂ. അതെങ്ങനെ പറയാം? സബ്ജി മേ ഹൽദി ഡാലോ അല്ലെങ്കിൽ ഹൽദി ഡാൽ ദോ. ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ. മഞ്ഞൾപ്പൊടി എന്ന് പറയണമെന്നില്ലല്ലോ. മഞ്ഞൾ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡാ അല്ലേ? ഇനി മഞ്ഞൾ പൊടി ഇടൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹൽദി പൗഡർ ഡാൽ ദോ എന്ന് പറയണം. ഇനി മുളകിടൂ എന്നാണ് പറയണമെങ്കിൽ മിർച്ചി ഡാലോ അല്ലെങ്കിൽ മിർച്ചി പൗഡർ ഡാലോ. മുളക് പൊടി ഇടൂ. ഇനി പച്ചക്കറി അടച്ചു വയ്ക്കൂ അല്ലെങ്കിൽ മൂടി വയ്ക്കൂ. അതെങ്ങനെ പറയാം? സബ്ജി ഢക്ക് ദോ. ഢക്കിന എന്ന് പറഞ്ഞാൽ മൂടുക, അടയ്ക്കുക. സബ്ജി ഢക്കെ രഖോ എന്ന് പറഞ്ഞാൽ അടച്ചു വയ്ക്കൂ. വെറുതെ ഢക് ദോ എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഢക്കെ രഖോ എന്നും പറയാം. പച്ചക്കറി വെന്തു കഴിഞ്ഞു. അതെങ്ങനെ പറയാം? സബ്ജി പക്ക് ഗയി. പക് ജാന എന്ന് പറഞ്ഞാൽ പാകപ്പെടുക അല്ലെങ്കിൽ വേകുക എന്നുള്ള അർത്ഥമാണ്. സബ്ജി പക് ഗയി. പച്ചക്കറി വെന്തു കഴിഞ്ഞു. ഇനി അലുവ ഉണ്ടാക്കൂ. അതെങ്ങനെ പറയാം? ഹൽവ ബനാദോ അല്ലെങ്കിൽ ഹൽവ ബനാവോ എന്നും പറയാം. ഹൽവ ബനാവോ അല്ലെങ്കിൽ ഹൽവ ബനാദോ. ഹൽവ ഉണ്ടാക്കൂ. അരി കുതിർക്കൂ. നമ്മൾ വെള്ളത്തിലിടത്തില്ലേ കുതിരാനായിട്ട്? അരി കുതിർക്കൂ. അതെങ്ങനെ പറയും? ചാവൽ ഭിഗോദോ. ഭിഗോന എന്ന് പറഞ്ഞാൽ കുതിർക്കുക. ചാവൽ ഭിഗോദോ എന്ന് പറഞ്ഞാൽ അരി കുതിർക്കൂ, കുതിർക്കാൻ വയ്ക്കൂ. ഭിഗോനേക്കെ ലിയെ രഖോ അങ്ങനെയും പറയാം. ഷോർട്ടായിട്ട് ഭിഗോദോ എന്ന് പറഞ്ഞാൽ മതി. ചാവൽ ഭിഗോദോ. വെള്ളം അളന്നെടുക്കൂ. അതെങ്ങനെ പറയാം? പാനീക്കോ നാപ്പ് ലോ. നാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അളക്കുക എന്നർത്ഥം. നാപ്പ് ലോ അളന്നെടുക്കൂ. പാനീക്കോ നാപ്പ് ലോ എന്ന് പറഞ്ഞാൽ വെള്ളം അളന്നെടുക്കൂ. പരിപ്പും ചോറും ഉണ്ടാക്കൂ. അതെങ്ങനെ പറയാം? ദാൽ ചാവൽ ബനാലോ. ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്. ദാൽ ചാവൽ ബനാലോ എന്ന് പറഞ്ഞാൽ പരിപ്പും ചോറും ഉണ്ടാക്കൂ. കടുക് വറക്കൂ. അതെങ്ങനെ പറയും? തടുക്കാലഗാവോ. തടുക്കാലഗാന എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കുക. തടുക്കാലഗാവോ കടുക് വറുത്തിടൂ. മല്ലിയില ഇടൂ. അതെങ്ങനെ പറയാം? ധനിയാപ്പത്തി ഡാലോ. ധനിയ എന്ന് പറഞ്ഞാൽ മല്ലി. ധനിയാപ്പത്തി എന്ന് പറഞ്ഞാൽ മല്ലിയില. മല്ലിയില ഇടൂ. ധനിയാപ്പത്തി ഡാലോ അല്ലെങ്കിൽ ധനിയാപ്പത്തി ഡാൽദോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെ ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്